ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടിയും നിനക്കായി മുളപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധ്വാനിക്കുമ്പോൾ, മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ അധ്വാനത്തിന് ഫലം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, പാപം ചെയ്തതുകൊണ്ട്, എടുത്തു പറയുക, പാപം ചെയ്തുകൊണ്ട്, നിന്റെ പാപം മൂലം മണ്ണ് ശപിക്കപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇനി അധ്വാനിച്ചാലും അധ്വാനത്തിൻ്റെ ഫലമായിട്ട് മുള്ളും മുൾച്ചെടിയും കിട്ടത്തുള്ളൂ. പ്രിയപ്പെട്ട, ഒരു പ്രധാനപ്പെട്ട ദൈവിക സന്ദേശം നമുക്ക് ദൈവം പറഞ്ഞു തരുവാണ്. നമ്മുടെ അധ്വാന മേഖല, സാമ്പത്തിക മേഖല, നമ്മുടെ ഉയർച്ച, അത് നമ്മുടെ പാപവും പുണ്യവുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും വിശുദ്ധി കഴിയുകയും കർത്താവിൻ്റെ കൃപയോടുകൂടി അധ്വാനിക്കുകയും ചെയ്ത് നമ്മുടെ അധ്വാനത്തിന് ഫലം ഉണ്ടാവും. ഇനി നമ്മൾ ഈ കർത്താവിൻ്റെ കൃപയില്ലാണ്ട് രാപോലെ കഠിനാധ്വാനം ചെയ്താലും പ്രിയപ്പെട്ട നമ്മുടെ അധ്വാനത്തിന് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഒരു പക്ഷേ ജോലി എടുക്കുന്നുണ്ട്, ശമ്പളം വരുന്നുണ്ടാകാം, അധ്വാനിച്ചതിൻ്റെ ഫലം പണം വരുന്നുണ്ടാകാം. പക്ഷെ പണം വന്നുകൊണ്ട് മാത്രം പോരല്ലോ, അത് നമുക്ക് ഉപകാരപ്പെടണം, സന്തോഷമായിട്ട് മാറണം. അതിന് ദൈവത്തിൻ്റെ വചനം പറയുക, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം, വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.